ഹലോ. ഹലോ. ആ, ഞാനിന്ന് വീട്ടിൽ പോക്കാട്ടാ. ഇന്ന് വീട്ടിൽ പോന്ന്? ആ, അല്ലോളി നിന്റെ അമ്മേന്റെ എല്ലാം മാറിയാ? അമ്മേന്റെ അതിൽ സുഖമായി, അൻ്റെതെല്ലാം തീരുകയും ചെയ്തു. അതെന്ത് വർത്താന, നീയല്ലേ പറഞ്ഞ ഈ ആഴ്ച ഫുള്ളടി ഉണ്ടാവുന്നു? അൻ്റെതെല്ലാം കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനു ഞാനിവിടെ എത്തുന്നു? ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാനിവിടെ വന്നത്. നാളെ പോയാ പോരെ? നാളെ പോയാ പോരെ? നാളെ പോവാടോ. ഞാനൊരു വരവ് അങ്ങോട്ട് വരാം. അതൊന്നും വേണ്ട, ഞാൻ ഇന്ന് തീരുമാനിച്ചാണ് പോകാന്ന്. എത്ര മണിക്കാ പോവാ? ഇപ്പൊ കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ പോവും. നീ വീട്ടില് വിളിച്ചു പറഞ്ഞേ വരുമെന്ന്? ഒന്നുണ്ടാ? നീ വീട്ടില് വിളിച്ചു പറഞ്ഞേ വരുമെന്ന്? ആ, ഞാൻ വൈകുന്നേരം വരുമെന്നാ പറഞ്ഞത്. പിന്നെ ഞാൻ വിചാരിച്ച് എന്തിനാ വൈകുന്നേരം ആക്കുന്നു, രാവിലെ തന്നെ അങ്ങ് പോയാലോ. എടി, എന്നാലും ഒരു കാര്യം ചെയ്യാം. എന്തായാലും നീ പോന്നല്ലേ, നമുക്കൊരു കറക്കെല്ലാം കറങ്ങിയിട്ട് ഞാൻ നിന്നെ കൊണ്ട് വിട്ടാ പോരെ? എടുത്തേക്കാണ്. അതൊക്കെ ഉണ്ട്, ഒരു സ്ഥലമുണ്ട്. വരുവാ? വരാന്ന് വെച്ചാല് എനക്കും വരണം എന്നെല്ലാം ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പെണ്ണുങ്ങൾക്ക് സാധാരണ തോന്നലുണ്ടല്ലോ. അല്ല, ഇതെല്ലാം കഴിഞ്ഞാല് നമ്മക്കും തോന്നും ഒന്നായാലോ. എന്നാലും പറ, വരുവാ? എടുത്തേക്കാണ്. ആളെല്ലാം ഉള്ള സ്ഥലത്തായെങ്കിൽ ഞാൻ വരൂലേ. ആളുള്ള സ്ഥലമൊന്നുമല്ല, ഞാൻ കൊറേ ആയിട്ട് വിചാരിച്ചതാ. പക്ഷെ നീ വരാത്തോണ്ട ഇതുവരെ എന്നോട് പറയാൻ. നല്ലൊരു സ്ഥലമുണ്ട്, കാണാനും ഭംഗിയുണ്ട്, പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താനും പറ്റിയ ഒരു നല്ല സുന്ദരമായ ഒരു ഇടമുണ്ട്. നീ വരുവോ? ഞാൻ വരാം. എന്നെ വൈകുന്നേരം അവിടെ ആക്കി തരുവോ വീടിനടുത്ത്? അതിനെ പറ്റി നീ എന്തിനാ പഠിക്കുന്നത്? അപ്പൊ പിന്നെ അമ്മയൊന്നും പറയില്ലായിരിക്കും അല്ലേ? രാവിലെ പുറപ്പെട്ടിട്ടൊന്നും പറയില്ലല്ലോ. അത് നീയല്ലേ നോക്കണ്ടേ. അങ്ങനെ ഒക്കെ വിളിച്ചു പറയലുണ്ടാ? വിളിക്കലുണ്ട്? ഇല്ലല്ലോ. വിളിക്കലില്ല അങ്ങനെ സാധാരണ. ഞാൻ വരാം, എനക്കും കൊറേ ദിവസമായില്ലേ. അന്നത്തെ എന്താ പറയാ, അത് നിനക്ക് കാര്യമില്ലാണ്ട് ഉള്ള പൂജായിരുന്നല്ലോ, അതുകൊണ്ട് നിനക്ക് അത്രക്ക് ആയിട്ടുണ്ടാവൂല. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞോണ്ട് വന്നിട്ടില്ലല്ലോ. എന്തിനാ വരുന്നത്? എന്ത് പറ? ഇത് കഴിഞ്ഞിട്ട് നോക്കുമ്പോ എനിക്ക് എന്തോ ഒരു അപ്പൊ ഞാൻ വരുന്നില്ല എന്ന് പറയണ്ടേ അന്ന്? കുറച്ച് ഡിമാൻഡ് നമുക്ക് ആക്കാലോ. പറ, ഞാൻ ഏത് സ്ഥലത്തേക്കാന്ന് പറ. അടുത്തെവിടെയും പോവാനോ? അതൊക്കെ നിന്നോട് ഞാൻ എങ്ങനെയാ പറയാ? നീ റൂം കിട്ടാതുകൊണ്ട് ചെയ്ത പണിയാ? അതൊന്നുമല്ല, റൂം കിട്ടാൻ ഞാൻ നോക്കില്ല. അത് റെഡിയാവും, അന്ന് ഞാൻ പറഞ്ഞത് റെഡിയാവും. ഇത് വേറെ ഒരു പ്രത്യേക തരം സ്ഥലമാണ്. ആരും ആളൊന്നും ഉണ്ടാവില്ല, ഞാനും നീ മാത്രമേ ഉള്ളൂ. നമുക്ക് കുറച്ച് സമയം സ്ഥലമൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് പിന്നെ നല്ല ഒരു കൂടാരമുണ്ട്, അതിലൂടെ അങ്ങോട്ട് കേറാം. കേറി കഴിഞ്ഞാ മോളെ നീ പിന്നെ അടന്ന് പോണ്ടാന്ന് പറയും. അത്രയ്ക്ക് നല്ല സ്ഥലാണ്. നമുക്ക് എങ്ങനെ വേണ്ടെങ്കിലും ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം. എന്നാ നമുക്ക് ഉന്മേഷം ഒന്നും കൂടി കൂടൂലല്ലേ? ഉന്മേഷമൊക്കെ നന്നായിട്ട് കൂടും. പക്ഷേങ്കില് വേറെ ഒരുപാട് മോഡലുകളൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അതിനുള്ള സൗകര്യമൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേങ്കില് ആ മോഡലുകളൊക്കെ അങ്ങ് അനുവദിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ അനക്ക് കൈവേദന കാലുവേദന എന്നൊന്നും പറയാറ് കുഴപ്പമില്ലല്ലോ. ഇപ്പം തന്നെ ഞാൻ അനുവദിച്ചു. എന്നാ പിന്നെ
ഞാൻ ഒന്ന് രണ്ട് സാധനം കൊടുക്കാനുണ്ട്. അത് കൊടുത്തിട്ട് ഞാൻ എവിടെ എത്തണ്ടെന്ന് പറ. അപ്പൊ ലേറ്റ് ആവോ നീ? ഇല്ലാന്ന്, നീ ഇപ്പൊ അവിടുന്ന് ഇപ്പം ഒരുങ്ങിയല്ലോ, ഒരുങ്ങി റെഡിയാകുമ്പോ 1 മണിക്കൂർ എടുക്കൂലേ? നീ എവിടെ നിക്കുവാ? അത് പറ, ഞാൻ എവിടെയാ നിക്കണ്ടേന്ന് നീ പറ. നീ എന്റെ വീടിന്റെ അടുത്തൊന്നും വരണ്ട, ഉം. കുറച്ച് ദൂരെയായിട്ട് നിന്നു. ഞാൻ നടന്നിട്ട് വന്നോളാം. അത് നീ വരുമ്പോ എന്നെ വിളിച്ചാ മതി. ഞാൻ ഏത് ജംഗ്ഷനിലോ അല്ല ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നിന്നാ മതിയോ എന്നൊക്കെ നീ പറ. എന്നിട്ട് അതപ്പൊ ഞാൻ പിന്നെ ഒരുങ്ങട്ടെ എന്നിട്ട് പറയാം. പിന്നെ ആളധികം മുഖം കാണാത്ത രീതിയിലുള്ള ഷോളൊക്കെ എടുത്തിട്ട് തലേ ചുറ്റിക്കോ. അല്ലേ സംശയാവുക? അല്ല, അങ്ങനെ ചുറ്റണ്ട. സാധാരണ സംശയത്തിന്റെ അല്ല. ഇപ്പൊ പെട്ടെന്ന് ആരെങ്കിലും പരിചയക്കാർ കണ്ടാൽ മനസ്സിലാകാത്ത രീതിയിലേ ഞാൻ ഹെൽമെറ്റ് വെക്കും. ഒരു കാര്യം ചെയ്യാം. ഹെൽമെറ്റ് വെക്കാൻ പറ്റില്ലല്ലോ നടന്നിട്ട് വരുമ്പോ. അതെ, നടന്നിട്ട് വരുമ്പോ അല്ല, വണ്ടിയിൽ നിന്ന് ഞാൻ ഹെൽമെറ്റ് ഉണ്ടാവും, വേറെ ഹെൽമെറ്റ് കരുതിയിട്ടുണ്ടാവും. വണ്ടി കേറി കഴിഞ്ഞാൽ പിന്നെ ഹെൽമെറ്റിലാണ്ട് പോകാൻ പറ്റുമോ? അങ്ങനെയല്ല, 2 എണ്ണം കരുതിട്ട് നീ ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുള്ളതാണല്ലോ. അങ്ങനെയല്ല, ഞാൻ അധികം വണ്ടിയിൽ ആരെങ്കിലും പരിചയക്കാരനുണ്ടാവില്ലേ, അപ്പൊ ഞാൻ ഒരു ഹെൽമെറ്റ് ബാക്കിൽ വെക്കലുണ്ട് ബൈക്കിൽ. ശരിയാണ്. അപ്പൊ അതുകൊണ്ട് ആർക്കാര്യത്തിന് പിടിക്കണം. നീ എന്റെ അടുത്ത് എത്തുന്ന അതായത് വണ്ടി കേറുന്ന ആ സമയം ആരും കാണാണ്ടിരുന്നത് മതി. പിന്നെ നിന്റെ ഡ്രസ്സിന്റെ കളറൊക്കെ കണ്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിലേ കുഴപ്പമുള്ളൂ. അല്ല, നിന്നെ അറിയുന്നവരായിരിക്കും അധികവും. പിന്നെ ഇങ്ങോട്ടല്ലോ, എന്റെ വീടിനടുത്തല്ലോ, മാറിയിട്ട് നീ നിന്നാ മതി. ഞാൻ കൊറേ അങ്ങ് ദൂരോട്ട് നിക്കാം. നീ വരുമ്പോ എന്നിട്ടൊന്ന് വിളിക്കുക. പിന്നെ അധികം തുളുമ്പി നടക്കണ്ട, വേഗം പോരി കേട്ടോ. വരാൻ തോന്നിയല്ലോ. എല്ലാം കൂടിയിട്ട് ഇത് കൂടിയല്ലേ, ഇളക്കം തുടങ്ങിയില്ലേ? ഞാൻ ഇങ്ങനെ 2-3 ദിവസമായിട്ട് കെട്ടി നിർത്തിയല്ലേ, ഇളക്കം തുടങ്ങിയല്ലേ. നീ ഇത് ഞാൻ തീരെ പ്രതീക്ഷിക്കാണ്ടുള്ള കോളാ അതിന്റെ. പ്രത്യേകിച്ച് തുളുമ്പി പോകാണ്ട് നോക്കിക്കോട്ടോ. തുളുമ്പി പോയിട്ട് ഞാൻ വിളിച്ചിട്ട് കാര്യമില്ല. അതൊന്നും അങ്ങനെ തുളുമ്പിയാലൊന്നും തീരൂല മോളെ, വന്നാ മതി. പിന്നെ കൊറച്ച് ദൂരം ഓടാനുണ്ട് കേട്ടോ ബൈക്കില്. അല്ല, നിന്റെ സമയത്തിന് നമുക്ക് തിരിച്ചു വരാം. അതിനെപ്പറ്റി പേടിക്കണ്ടാന്ന്. വൈകുന്നേരം വീട്ടിലെത്തിയാ മതി. ഒരു 4:30 ആകുമ്പോ അവിടെ എത്തിച്ചാ പോരെ? അത് ഞാനേറ്റ്. അപ്പൊ ഇന്നത്തെ ഒരു സൗണ്ട് ഇല്ലാതെ തീരെ. ഞാനും നീ പറയുന്ന ആസ്വദിക്കുന്നു. അതുകൊണ്ടാ സൗണ്ട് വരാതെ. ഞാനത് ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇങ്ങനെയല്ലായിരിക്കുന്നു. ഇങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കൊന്നും വേണ്ട. നേരത്തെ നമുക്കങ്ങ് അനുഭവിക്കാനുള്ള സംഭവം. പിന്നെ അവിടെ എത്തിയിട്ട് അയ്യോ ഇതിന്റെ കൂടാരത്ത് കയറാൻ പേടിയാന്നൊന്നും പറഞ്ഞേക്കറ്. മൊത്തം അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. പിന്നെ പേടിക്കണ്ട, കടലിന്റെ ഏരിയാണ് കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെ ഇതിന്റെ മേലെയുള്ളതാ? ഏതിന്റെ മേലെ? മരത്തിന്റെ വിലയൊന്നുമല്ല. കൂടാരം എന്ന് പറഞ്ഞോണ്ടാ. കൂടാരം ഞാനത് ഒരു എന്താ പറയാ, ഒരു സ്റ്റൈലിന് വേണ്ടി പറഞ്ഞു. ചെറിയൊരു വീട് പോലത്തെ ഒരു ചെറിയൊരു സംഭവമാണ്. പക്ഷെ നല്ല ഭംഗിയുള്ള കിളിക്കൂട് പോലത്തെ ഒരു സ്ഥലം. അവൻ ഇത്രയും കാലം ദൂരം ഉള്ളതുകൊണ്ടാന്ന് നിന്നെ വിളിക്കായി. കിളിക്കൂടിന്റെ ഉള്ളിൽ വേറെ ആരും ഉണ്ടാവില്ലല്ലോ നമ്മളെ പോലത്തെ? കിളിക്കൂടിന്റെ ഉള്ളിൽ വേറെ ആരും ഉണ്ടാവില്ല. ഞാനും നീ മാത്രമേ ഉണ്ടാവുള്ളൂ ഇന്ന്. ഓക്കെ, കിളിക്കൂടിന്റെ അകത്ത്. അപ്പൊ പിന്നെ വേറെ ഇതിനകത്ത് പിന്നെ അവിടെ എത്തിയിട്ട് എനിക്ക് വേഗം വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ മനുഷ്യന്റെ മൂടൊന്നും കളയാറ് ഇല്ല. എനിക്ക് ഒരു സമയമുണ്ടല്ലോ. സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ തീർന്നാ മതി. അതുവരെ ഒരു ഇതും പറയാറ് തിരക്കോട്ടിലുള്ള ഉണ്ടാകാറ് കേട്ടാ. അതൊന്നും പറയില്ല. അത് കൊടുക്കാൻ നോക്ക് കേട്ടാ.
അല്ല അത് കൊടുക്കാം, എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എനിക്ക് പോകാൻ പറ്റില്ല. ഇത് കൊടുക്കാനൊരു ചെറിയ ടൈം വേണ്ടേ. അല്ല അതീ ഇങ്ങനെ ഉം. കൊഞ്ചിട്ട് മറ്റേ ഒരു സാധനം അധികം അങ്ങനെ കൊടുക്കാൻ കൊഞ്ചിട്ട് കൊഞ്ചൊന്നും വന്നില്ല. എന്നാ ഓക്കെ വെച്ചോ, നീ വേറെ റെഡി ആയിക്കോ. ഞാൻ ഇത് കൊടുത്തിട്ട് ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കണം കേട്ടാ. തിരിച്ച് എന്റെ ജംഗ്ഷനിൽ ഞാൻ വേഗം എത്തും. അപ്പോഴേക്കും റെഡി ആയിക്കോ, സമയം കളയണ്ട നീ. ആരും ഇല്ലാതെ നിൽക്കണേ. ആ തീർച്ചയായിട്ടും. ഉം.